രാത്രി ശാന്തത നിറഞ്ഞതായിരുന്നു. എല്ലാ വശത്തും ഇരുട്ട്. രോഹിത് തന്റെ മുറിയിൽ ആഴ്ന്ന നിദ്രയിലാണുള്ളത്. പക്ഷെ അവന്റെ ഉറക്കത്തിൽ ഒരു സ്വപ്നം വരുന്നു. അത് അങ്ങനെയുള്ള ഒരു സ്വപ്നം അവനെ എല്ലാ രാത്രികളിലും ശല്യം ചെയ്യുന്നു. കാന്താരയുടെ വലിയ കാട്ടിനകത്ത് ഒരു പഴയ കൊട്ടാരം. അവിടെ നിന്നും റോണിത്തിനെ ഒരു ഭയങ്കരമായ ശബ്ദം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ആരോ അവനെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നത് പോലെ. റോണിത്ത് പെട്ടെന്ന് ഞെട്ടി എണീറ്റിരുന്നു. അവന് ഭയങ്കരമായി ശ്വാസം മുട്ടാൻ തുടങ്ങി. പേടിച്ചവന്റെ ശരീരമൊക്കെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തു. റോണിത്ത് ഓഫീസിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തു തന്നെ അമ്മ ഇരിക്കുന്നു. അവരുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അമ്മേ, ദിവസം രാത്രി എനിക്ക് അതേ സ്വപ്നമാണ് വരുന്നത്. ഗാന്താര കാടിന്റെ പഴയ കൊട്ടാരത്തിനെ കുറിച്ച്. അവിടെ ആരോ എന്നെ വിളിക്കുന്നത് പോലെ ഉണ്ടമ്മേ. ഞാൻ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് വരട്ടെ. വേണ്ട മോനെ റോണിത്ത്, അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കാന്താര കാട്ടിലാണ് നിന്റെ അപ്പൂപ്പനെ കൊല ചെയ്തത് എന്ന്. പിന്നെ അതിന്റെ രഹസ്യം ഇന്നും മനസ്സിലായിട്ടില്ല. ശരി അമ്മേ, ഇതിനെപ്പറ്റി നമ്മൾ പിന്നെ സംസാരിക്കാം. ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. ഓഫീസിലെ മീറ്റിംഗ് റൂമിൽ റോണിത്ത്, വിക്രം, രാഹുൽ, സമീർ പിന്നെ റിയ ഇരിക്കുകയാണ്. മാനേജർ ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ പ്രോജക്റ്റ് കാന്താര കാടിനെ കുറിച്ചുള്ളതാണ്. നമ്മളുടെ കമ്പനിയിലേക്ക് ഗവൺമെന്റ് ഗാന്താര കാട്ടിൽ ഒരു സസ്റ്റൈനബിൾ ഇക്കോ ടൂറിസം റെസ്റ്റോറന്റ് കട്ടാനായിട്ട് അനുമതി തന്നിട്ടുണ്ട്. റോണിത്ത്, വിക്രം, രാഹുൽ, സമീർ പിന്നെ റിയ, നിങ്ങൾ എല്ലാവരും കാട്ടിൻ്റെ അകത്ത് സൈറ്റ് സർവേ ചെയ്യണം. എന്നിട്ട് ശരിയായ ലൊക്കേഷൻ പറയണം. റോണിത്ത്, നീ ഈ പ്രോജക്റ്റിനെ ലീഡ് ചെയ്യണം. ശരി സർ. സമയം രാത്രിയായി. റോണിത്ത് തന്റെ അമ്മയുടെ മടിയിൽ തല വെച്ചുറങ്ങുകയാണ്. അമ്മ അവന്റെ തല കോതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റോണിത്തിന് ഉറക്കത്തിൽ അതേ സ്വപ്നം വന്നു. പഴയ കൊട്ടാരത്തിന്റെ ഒരു ഇരുട്ടുള്ള മൂലയിൽ വീണ്ടും ആ ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. റോണിത്തിനെ അത് വിളിച്ചുകൊണ്ടിരിക്കുന്നു. റോണിത്ത് പെട്ടെന്ന് എണീറ്റു. അവന്റെ ശ്വാസം പറയുന്നു. പേടി കൊണ്ട് അവന്റെ ഹൃദയം വല്ലാതെ പിടയുകയാണ്. എന്തു പറ്റി മോനെ? ആ ഗാന്താര കാടിന്റെ സ്വപ്നമാണമ്മേ. അത് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഏതോ ഒരു ഭയങ്കരമായ ശബ്ദം എന്നെ വിളിക്കുന്നത് പോലെ. നീ കാന്താര പോകേണ്ട ഒരു ആവശ്യവുമില്ല മോനെ. നിന്റെ മുത്തച്ഛന് പറ്റിയതുപോലെ എന്തെങ്കിലും നിനക്കും സംഭവിക്കരുത് മോനെ. എനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. അമ്മേ, കമ്പനി ജോലി കാര്യമായിട്ട് ഞാൻ പോയല്ലേ പറ്റുള്ളൂ. രോഹിത്, വിക്രം, രാഹുൽ, സമീർ പിന്നെ റിയ 5 പേരും കാന്താര കാട്ടിലേക്ക് പുറപ്പെട്ടു. റോണിത് സാർ, നിങ്ങൾക്ക് ഗാന്താര കാടിന്റെ സ്വപ്നം ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് കേട്ടു. അതെ, എവരോ ഒരാൾ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾ തീർച്ചയായും സീരിയലിൽ നടിക്കണം. 5 പേരും കാന്താര കാട്ടിനകത്തേക്ക് ചെന്നെത്തി. സമയം വൈകുന്നേരമാണ്. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. എല്ലാ വശത്തും മേഘം ഇരുട്ടാൻ തുടങ്ങി. നമ്മൾ ഇനി രാത്രി ഇവിടെ താമസിക്കാനായിട്ട് ക്യാമ്പ് ഇടാം. അതെ സർ, രാവിലെ തന്നെ സർവേ പണി നമ്മൾ തുടങ്ങാം. സമീർ, വിക്രം പിന്നെ രാഹുൽ ചേർന്ന് ക്യാമ്പ് ഇടാൻ തുടങ്ങി. റോണിത്തും റിയയും അടുത്തടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് റോണിത്തിന്റെ ശരീരത്തിൽ എന്തോ വീണത്. എന്താ ഇത്? ഷടാ, ഇത് ചോരയല്ലേ? എല്ലാരും മുകളിലോട്ട് നോക്കി. ആ മരത്തിൽ ഒരു മൃഗം തൂങ്ങിക്കിടക്കുകയാണ്. പിന്നെ അതിനെ ഒരു ചെറുക്കൻ കടിച്ചു കഴിക്കുകയാണ്. അവന്റെ ആ മുഖം ഭയങ്കരമായി പേടിപ്പിക്കുന്നത് പോലെയായിരുന്നു. ഇതാരാണ്? നീ ആരാണ്? എല്ലാരും ആ ചെറുക്കനെ നോക്കിയപ്പോൾ അവൻ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടിക്കൊണ്ടിരുന്നു. പിന്നെ ഇരുട്ടത്തെ എവിടെയോ ചെന്നു മറഞ്ഞു. റിയ, സമീർ പിന്നെ വിക്രം പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. ഷടാ, പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കാട്ടിൽ പഴംകുടിയനെ മക്കളും ഉണ്ട്. ഇവൻ അവരിൽ ഒരുവനായിരിക്കും. അതെ, അത് വരൂ, നമ്മൾ ചെന്ന് റെസ്റ്റ് എടുക്കാം. അന്ന് രാത്രി നല്ല ഇരുട്ടായി. കാന്താര കാട് ഇപ്പോൾ ഒരു മാന്ത്രിക ലോകമായി മാറി. വലിയ മരങ്ങൾ അനങ്ങുന്ന ശബ്ദം, മൂങ്ങകൾ കരയുന്ന ശബ്ദം, പിന്നെ കടുത്ത ഇരുട്ടും എല്ലാം വളരെ ഭയങ്കരമായിരുന്നു. രോഹിത്, വിക്രം, രാഹുൽ, സമീർ പിന്നെ മിയ അവരുടെ ക്യാമ്പിൽ ഉറങ്ങുകയായിരുന്നു. പക്ഷേ റോണിത്തിന് വീണ്ടും അതേ സ്വപ്നം വരുന്നു. പഴയ കൊട്ടാരത്തിന്റെ ഒരു ഇരുട്ടുള്ള മൂലയിൽ ആ ഭയങ്കരമായ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. റോണിത്തിനെ അത് വിളിക്കുകയാണ്. റോണിത്, റോണിത്, റോണിത്. റോണിത്ത് ചാടി എണീറ്റു. അവന്റെ കണ്ണുകൾ തുറന്നതും തന്നെ അതേ ചെറുക്കൻ അവന്റെ മുൻപിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അവനാണ്
മരത്തിൽ ചത്തുപോയ ആ മൃഗത്തെ കഴിച്ചുകൊണ്ടിരുന്നവൻ. അവന്റെ മുഖം കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. പിന്നെ അവന്റെ വായിൽ രക്തമുണ്ടായിരുന്നു. ആരാണ് നിങ്ങൾ? ആ ചെറുക്കൻ റോണിത്തിനെ നോക്കി ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ നിന്നും അവൻ ഓടിപ്പോയി. അത്രത്തോളം വേഗതയിൽ ഇങ്ങനെ ഒരു ക്ഷണത്തിനകത്ത് അവൻ ഓടുകയാണ്. അപ്പോഴാണ് ഷമീർ, വിക്രം പിന്നെ റിയ ഉറക്കത്തിൽ നിന്നും എണീറ്റത്. എന്തു പറ്റി? അത് ഭയങ്കരമായ സ്വപ്നമാണ് സമീർ. ആ സ്വപ്നത്തിൽ എവരോ എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അതേ ചെക്കൻ എൻ്റെ മുൻപ് നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ ആ മരത്തിന്റെ മുകളിൽ ഇരുന്ന് ആ മൃഗത്തിനെ കഴിച്ചല്ലേ അവൻ. പിന്നെന്താ? എന്നെ കണ്ടിട്ട് അവൻ ഓടിപ്പോയി. അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റിയ രാഹുൽ അവിടെ ഇല്ല എന്നത് എല്ലാരോടും പറഞ്ഞത്. രാഹുലിനെ ഇവിടെ കാണാനില്ല. അതെങ്ങനെ നടന്നു എന്ന് വെച്ചാൽ തീർച്ചയായും ആ ചെക്കനായി കാരണമായിരിക്കും. അവൻ രാഹുലിനെ കൊല്ലുന്നതിന് മുൻപ് നമ്മൾ ചെന്ന് അവനെ തേടാം. റോണിത്, വിക്രം, സമീർ പിന്നെ റിയ ടോർച്ച് വെച്ചുകൊണ്ട് ആ വലിയ കാട്ടിൽ രാഹുലിനെ തേടാൻ തുടങ്ങി. ടോർച്ചിന്റെ ആ ചെറിയ വെളിച്ചം ആ ഭയങ്കരമായ കാട്ടിന്റെ ഇരുട്ട് മാറ്റാൻ സാധിച്ചില്ല. അപ്പോഴാണ് റോണിത്തിന് ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആ ചെറുക്കനെ കാണാൻ സാധിച്ചത്. ആ ചെക്കൻ അവിടെ ഉണ്ട്. എല്ലാരും ആ ചെറുക്കനിരിക്കുന്ന വശത്തേക്ക് നോക്കി. അവരെ കണ്ടതും അവനൊരു ഭയങ്കരമായ ചിരി ചിരിച്ചു. എന്റെ രാഹുലിനെ വിട്ടേക്ക്. ആ പയ്യൻ റിയയുടെ ചോദ്യത്തിന് ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിന്നും ഓടി. റോണിത്, റിയ, സമീർ പിന്നെ വിക്രം അവനെ തുരത്തിക്കൊണ്ട് ഓടി. രാഹുലിനെ തിരികെ തന്നേക്ക്, എന്റെ രാഹുലിനെ തിരികെ തന്നേക്ക്. ആളില്ലാത്ത ആ രാത്രിയിൽ ഒരു വയസ്സായ ആളെ കാണാൻ സാധിച്ചു. അവൻ ദുശക്തികളുടെ ശില്പങ്ങൾക്ക് മുൻപിൽ തന്ത്രമന്ത്രങ്ങൾ ചെയ്യുകയായിരുന്നു. അവന്റെ മുൻപിൽ ചാമ്പൽ കൊണ്ട് ഇടപെട്ട തലകീഴായുള്ള ത്രികോണമുണ്ട്. പിന്നെ ആ ത്രികോണത്തിന് നടുക്ക് രാഹുൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. ജംഗൽ സന്നാദതി ശക്തി ദേഹിനെ ചാമെന്ന ആഗസ്ത്യത്തെ ഭയങ്കരഃ. ആ വയസ്സായ ആള് തന്റെ കൈ ഉയർത്തി. ഉടനെ രാഹുലിന്റെ ശരീരം കാറ്റത്ത് പറക്കാൻ തുടങ്ങി. പിന്നെ വേതാളം ആംഗ്യം കാണിച്ച് രാഹുലിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. പിന്നെ ഒരു ക്ഷണം കൊണ്ട് രാഹുലിന്റെ തല അവന്റെ ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റുകയായിരുന്നു. റോണിത്, വിക്രം, ഷമീർ പിന്നെ റിയ ടോർച്ച് എടുത്തുകൊണ്ട് രാഹുലിനെ തേടി വരികയാണ്. ആ ചെറുക്കൻ ചില സമയങ്ങളിൽ കാണുന്നു, പിന്നെ ചില സമയങ്ങളിൽ അവർക്ക് മുൻപിൽ നിന്നും രക്ഷപ്പെട്ടോടുന്നു. പ്ലീസ് എന്റെ രാഹുലിനെ തിരികെ തന്നേക്ക്. ശരി, അവൻ നിനക്ക് എന്ത് പാപമാണ് ചെയ്തത്? ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടാൽ ഇവൻ പ്രേതമോ ഭൂതമോ പ്രേതാത്മാവോ അറിയില്ല. മനം ഇവിടെ സൂക്ഷിച്ചിരിക്കണം. ഇവൻ പഴംകുടിയനല്ല. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ വിക്രമിന്റെ ഷൂവിലെ ലേസ് അഴിഞ്ഞുപോയി. അവൻ നിന്ന് അത് കെട്ടുകയായിരുന്നു. പിന്നെ അപ്പോഴാണ് അവന്റെ തലയുടെ മുകളിൽ രക്തമൊലിച്ചത്. വിക്രം മുകളിലേക്ക് നോക്കി. അപ്പോൾ അവിടെ ആരോ ഒരാളുണ്ട്. അവൻ മരത്തിന്റെ ചില്ലയിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ്. അവന്റെ വായിൽ നിന്നും രക്തമൊലിക്കുന്നു. അവൻ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന്റെ കാല് പിടിച്ചു വലിച്ച് ആ പഴയ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിക്രം ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ നിലവിളിക്കുന്ന ശബ്ദം ആ കാട് മുഴുവനും കേട്ടു. വിക്രം നിലവിളിക്കുന്ന ശബ്ദം റോണിത്തിന്റെയും റിയയുടെയും കാതിൽ കേട്ടു. ഇത് വിക്രമിന്റെ ശബ്ദമാണ്. റോണിത്, റിയ, ഷമീർ 3 പേരും തിരിഞ്ഞു നോക്കി. വിക്രമിനെ കാണാനില്ല. വിക്രം എവിടേക്കാണ് പോയത്? വിക്രം. അവർ അത്രയും സമയം നിലവിളിച്ചതിന് ശേഷം പോലും വിക്രമിൽ നിന്നും ഒരു മറുപടിയും കിട്ടിയില്ല. ആ ചെറുക്കൻ അവരെയും കാണാതെ ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവരെ കണ്ടുപിടിക്കുന്നതോടൊപ്പം നമ്മളെയും രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. റോണിത്, നിനക്ക് ഈ കാടിന്റെ സ്വപ്നം വരുന്നെന്ന് പറയുമല്ലോ. ഒരുപക്ഷെ ഇവരൊക്കെ മാഞ്ഞു പോയതിനും നിന്റെ സ്വപ്നത്തിനും ഒരു കണക്ഷനും ഇല്ലല്ലോ അല്ലേ? എനിക്കറിയില്ല. എന്റെ സ്വപ്നത്തിൽ ഒരു പഴയ കൊട്ടാരം കാണുന്നുണ്ട്. പിന്നെ ആ കൊട്ടാരം ഈ കാട്ടിൽ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ പെട്ടെന്ന് എവിടേക്ക് മാഞ്ഞു പോയെന്ന് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ജീവനോടെ ഉണ്ടോ ഇല്ലയോ? വിക്രമിനെയും രാഹുലിനെയും തേടി തേടി റോണിത് ആകെ ക്ഷീണിച്ചു പോയി. അവൻ അവിടെ തന്നെ തല ചുറ്റി വീണു. ഷമീറും റിയയും അടുത്തുണ്ടായിരുന്നു. കിടന്നതും തന്നെ റോണിത് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ അവൻ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി. കാന്താരയുടെ ആ വലിയ കാട്ടിൽ
ഒരു പഴയ കൊട്ടാരം. അവിടെ നിന്നും ഒരു ഭയങ്കരമായ ശബ്ദം റോണിത്തിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ആരോ അവനെ അടുത്തേക്ക് വിളിക്കുന്നത് പോലെ തോന്നി. റോണിത്, റോണിത്, റോണിത്. റോണിത് വീണ്ടും ഞെട്ടി എണീറ്റു. അപ്പോൾ അവൻ മിഴിച്ചു നോക്കിയപ്പോൾ കുറച്ചു ദൂരെ ഒരു വയസ്സായ ആൾ അവനെ ആംഗ്യം കാണിച്ചു വിളിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുമന്നിരുന്നു. പിന്നെ മുഖം വളരെ ഭയങ്കരമായിരുന്നു. മുത്തശ്ശ, നിങ്ങളോ? അതെ റോണിത്, ഇങ്ങോട്ട് വാ. ഞാൻ എത്ര ദിവസങ്ങളായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന അറിയോ മുത്തശ്ശ? റോണിത്ത് ആ വയസ്സായ ആളുടെ പുറകെ നടന്നു ചെന്നു. പക്ഷെ ആ വയസ്സായ ആള് പുറകിലോട്ട് നോക്കി നടന്നു. ആംഗ്യം കാണിച്ച് റോണിത്തിനെ വിളിച്ചോണ്ട് പോവുകയാണ്. റോണിത്, നിൽക്ക്! നിന്റെ അമ്മ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ മുത്തശ്ശൻ കുറെ ദിവസം മുൻപേ മരിച്ചുപോയി. അദ്ദേഹം നിന്റെ മുത്തച്ഛനല്ല. റിയയും ഷമീറും റോണിത്തിനെ തടയാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ റോണിത്ത് എവിടെയും നിന്നില്ല. ആ വയസ്സായ ആൾ അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ റോണിത്ത് അദ്ദേഹത്തിന്റെ പുറകിൽ നടന്നു ചെന്നുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിനകം റോണിത് ആ കാന്താര കാടിന്റെ വലിയ കൊട്ടാരത്തിനടുത്ത് ചെന്ന് എത്തി. അത് വളരെ പഴയതായിരുന്നു. ആകെ ഉടഞ്ഞു പൊളിഞ്ഞിരുന്നു. ആ വയസ്സായാൾ ആ കൊട്ടാരത്തിനകത്ത് നിന്ന് റോണിത്തിനെ ആംഗ്യം കാണിച്ചു വിളിച്ചു. റോണിത്ത് ആ കൊട്ടാരത്തിനകത്ത് കേറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു താന്ത്രികൻ അവിടേക്ക് വന്നെത്തിയത്. ഷടാ മണ്ട, നീ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ മുത്തശ്ശൻ്റെ അടുത്താണ്. അവൻ നിന്റെ മുത്തശ്ശനൊന്നല്ല, അവൻ ഒരു വേതാളമാണ്. ബാബ പറഞ്ഞത് കേട്ടതും ആ വേതാളത്തിന് വല്ലാതെ ദേഷ്യം വന്നു. എന്നിട്ട് ബാവയെ അത് വളരെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അദ്ദേഹം എൻ്റെ മുത്തശ്ശനാണ്. റോണിത് തന്റെ ഫോണിൽ തന്റെ മുത്തച്ഛന്റെ ഫോട്ടോ കാണിച്ചു. ഇവിടെ നോക്ക്, ഇത് എൻ്റെ മുത്തശ്ശൻ്റെ ഫോട്ടോ ആണ്. അദ്ദേഹമാണ് എൻ്റെ മുത്തശ്ശൻ. ആ വയസ്സായ ആള് ശരിക്കും കാണാൻ റോണിത്തിന്റെ മുത്തച്ഛനെ പോലെ ആയിരുന്നു. അവൻ ഒരു വേതാളമാണ്. അവനാണ് നിന്റെ സുഹൃത്തുക്കൾ എല്ലാവരെയും ബലി കൊടുത്തത്. ഒരുപക്ഷെ നീ ആ കൊട്ടാരത്തിൽ കാലടി എടുത്തു വെച്ചാൽ പിന്നെ അവൻ നിന്നെയും ബലി കൊടുക്കും. പക്ഷേ ആ ചെറുക്കനല്ലേ എൻ്റെ സുഹൃത്തുക്കളെ എങ്ങനെയോ മറച്ചു വെച്ചത്? ആ ചെറുക്കൻ കാട്ടിൽ ഒരുപാട് ദൂരെ നിൽക്കുകയാണ്. ഇവരെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന്റെ മുഖത്തിൽ ഭയങ്കരമായ ഒരു ചിരിയുണ്ട്. നീ പറയുന്ന ആ ചെറുക്കൻ നിന്റെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് റോണിത്ത് ആകെ കുഴപ്പത്തിലായി. അവന് ആരെ വിശ്വസിക്കണമെന്നൊന്നും മനസ്സിലായില്ല. ആ ചെറുക്കനാണോ അവന്റെ കൂട്ടുകാരെ കാണാതാക്കിയത്? അവന്റെ പ്രവൃത്തികൾ വ്യത്യാസമായിരുന്നു. അല്ലെങ്കിൽ ഈ വേതാളമാണോ? അങ്ങനെ റോണിത്തിന്റെ കൂട്ടുകാരെ ആ ചെറുക്കനാണ് കാണാതാക്കിയതെങ്കിൽ ആ ചെറുക്കൻ ആരാണ്? കാന്താര കാടിന്റെ രഹസ്യം റോണിത്തിന് കണ്ടുപിടിക്കാനാകുമോ? അല്ലെങ്കിൽ റോണിത്ത് ആ കാന്താര കാട്ടിൽ നിന്നും ജീവനോടെ തിരികെ വരുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക. കാന്താര ഭാഗം 2.